കാരണം നിരന്തരം മൊഴി മാറ്റി പറയുന്ന ഒരു കുറ്റവാളിയുടെ മൊഴിക്ക് കോടതി ആ വിലയെ കൽപ്പിക്കും. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, പ്രണവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുന്നത് ജ്യോതിർമയിയോ CKCയോ അല്ല, ശിവാനിയാണ്. ശരിയല്ലേ? ഈ കേസിന്റെ ഒരു ഘട്ടത്തിലും CKCക്കോ ജ്യോതിർമയിക്കോ പ്രത്യക്ഷത്തിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷെ മാഡം, സത്യം അതല്ലല്ലോ. പവിത്രനെ കൊണ്ട് എല്ലാം ചെയ്യിച്ചത് ആ CKC ആണ്. ഈ പവിത്രന്റെ ഭാര്യയും മകളെയും പിടിച്ചു കൊണ്ടുപോയി കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടല്ലേ പവിത്രൻ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞത്? നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ കോടതിക്ക് മുന്നിൽ ഒരു പെർജുറി കേസ് ഫയൽ ചെയ്യാൻ ഈ തെളിവുകൾ പോരാ. പ്രണവിനെ കാണാതായ കേസുമായിട്ട് CKCയെയും ജ്യോതിർമയെയും കണക്ട് ചെയ്യാൻ ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസ് കോടതിയിൽ നിലനിൽക്കൂ. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും മാഡം? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞല്ലോ, CKCയെയും ജ്യോതിർമയെയും ഈ കേസുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്ന ഒരു നല്ല തെളിവ് വേണം. അത് കഴിഞ്ഞ് നമുക്ക് ഈ കേസ് ഫയൽ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഓക്കെ മാഡം, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഇനി ഞാൻ മാഡത്തിനെ കാണാൻ വരുന്നത് CKCക്കെതിരെയുള്ള കൃത്യമായ ഒരു തെളിവുമായിട്ടായിരിക്കും. എന്തായാലും ഞാനത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഓക്കെ നിധി, ശ്രമിച്ചു നോക്ക്. എന്തെങ്കിലും ഒരു വഴി തുറന്നു കിട്ടാതിരിക്കില്ല. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ വിചാരിച്ച പോലെയൊന്നും എളുപ്പമല്ല കാര്യങ്ങൾ. ആ CKC പവിത്രനെ ബലിയാടാക്കി മുന്നിൽ നിർത്തിയിട്ട് കൃത്യമായിട്ട് തലയുരിയിരിക്കുക. ഇനി ഈ ഫോർജറി കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല ഗൗതം, ഇപ്പോഴും എനിക്ക് പ്രതീക്ഷയുണ്ട്. ലതാ മാഡം പറഞ്ഞത് കേട്ടില്ലേ? സോളിഡായി എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ ഈ കേസ് നിലനിൽക്കും. പക്ഷേ എവിഡൻസ് നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. അതാണല്ലോ ഇവിടെ പ്രശ്നം. എത്ര മിടുക്കനായ കുറ്റവാളിയാണെങ്കിലും കുറ്റം ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും ഒരു പിഴവ് വരുത്തും. അതുമല്ല, ചിലപ്പോ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം കാണിക്കുന്ന ഒരു അബദ്ധം അത് അവനെതിരെയുള്ള ഏറ്റവും വലിയ തെളിവായി മാറുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ കണക്കൂട്ടലുകൾ മാത്രമാണ്. നമ്മുടെ മുന്നിൽ സത്യത്തിൽ ഇപ്പോ ഒരു ശൂന്യത മാത്രമാണുള്ളത്. ആ ശൂന്യതയിൽ നിന്നും പ്രണവിനെ തട്ടിക്കൊണ്ടുപോയത് CKC ആണെന്ന് തെളിയിക്കാൻ ഉതകുന്ന എന്തെങ്കിലും ഒരു തെളിവ് ഞാൻ കണ്ടെത്തും. ചെയ്യാത്ത തെറ്റിന് ഗൗതമിനെ ജയിലിൽ കിടത്തിയതിനുള്ള ശിക്ഷ ഞാൻ CKCക്ക് വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. ആ, അത് വിടും. ദൈവം നമ്മളെ അങ്ങനെ അങ്ങ് കൈയൊഴിയില്ല. നേരത്തെ വീട്ടിൽ വെച്ച് എന്തോ അർജന്റ് മെയിൽ അയക്കണമെന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു അത്? അത് ആ എംവാക്ക് പ്രോജക്റ്റിൽ ഹൈടെക് സിറ്റിക്ക് ചില കൺഫ്യൂഷൻസ്, ഒരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയുള്ള മെയിലായിരുന്നു. പക്ഷെ അതുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്താലോ? ഹൈടെക് സിറ്റിയുടെ ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ നേരിട്ട് എന്ന് ഒരു ബ്രീഫ് എഴുതി കൊടുത്താൽ കാര്യങ്ങൾ ഓക്കെ ആവും. ഹൈടെക് സിറ്റിയിലേക്ക് ഞാൻ കൂടി വരേണ്ട ആവശ്യമുണ്ടോ? നിഖിലിനെ പനിയായിട്ട് ആശുപത്രി കൊണ്ടുപോയിട്ട് പിന്നെ എന്തായെന്നൊന്നും അറിഞ്ഞില്ല. ഗൗതം ഓഫീസിലേക്ക് പോയിട്ടോ. ഞാൻ പോയി നിഖിലിനെ ഒന്ന് കണ്ട് വിവരം അന്വേഷിച്ചിട്ട് വീട്ടിലേക്ക് പൊയ്ക്കോളാം. ശരി. ജ്യോതി, ശിവാനി വരുന്നുണ്ട്, തുടങ്ങിക്കോ. പ്രണവിന് ശിവാനിക്ക് നല്ലത് വരണമെന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനുവേണ്ടിയാ നമ്മളെല്ലാം ചെയ്ത്. എന്നിട്ട് എന്ത് പ്രയോജനം ജ്യോതി? നമ്മുടെ എല്ലാ നീക്കങ്ങൾക്കും ആ ഗൗതമും നിധിയും ചേർന്ന് തടയിട്ടോണ്ടിരിക്കല്ലേ? മോളെ, ഞങ്ങള് നിങ്ങളുടെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. എന്താ ആന്റി? വേറൊന്നുമല്ല മോളെ, ആ ഗൗതമും നിധിയും ഫോർജറി കേസുമായി മുന്നോട്ട് പോകാനാ തീരുമാനം. അതിനുവേണ്ടി അവര് വക്കീലിനെ കണ്ടു കഴിഞ്ഞു എന്ന വിവരം കിട്ടിയിരിക്കുന്നു. ഗൗതമിനെ നിധിക്കും അവനെ പിടിച്ച് ജയിലിലിട്ടതിന്റെ പകയുണ്ടാവും. പ്രതികാരം ചെയ്യാനായി അവരേതറ്റം വരെയും പോവുകയും ചെയ്യും. അറിയാലോ, കണ്ണിന് കണ്ണെന്നാ ആ നിധിയുടെ രീതി. ഇതിപ്പോ ഞങ്ങളെ പ്രതിയാക്കാനാ അവരുടെ പ്ലാൻ. അങ്കിളിനെ പ്രതിയാക്കിയത് പ്രശ്നമാവോ? മോളെന്താ കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കുന്നത്? പ്രണവിനെ തട്ടിക്കൊണ്ടുപോയത് പവിത്രനാണെങ്കിലും അത് ചെയ്യിച്ചത് ഞങ്ങളല്ലേ. പവിത്രൻ കുറ്റം ഏറ്റെടുത്തെങ്കിലും എല്ലാം ചെയ്യിച്ചത് ഗൗതമാണെന്ന് കോടതി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളാണ് ചെയ്യിച്ചതെന്ന് തെളിവ് സഹിതം കോടതിയിൽ പ്രൂവ് ചെയ്താൽ
ഞങ്ങൾക്ക് ജയിലിൽ പോകേണ്ടി വരുമെന്നതിൽ ഒരു സംശയവുമില്ല. ഇതൊന്നും കേട്ട് മോള് വിഷമിക്കണ്ട. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് വാങ്ങിച്ചു തരും ഞങ്ങൾ. അതിനുവേണ്ടി ഇനി ജയിലിൽ പോകേണ്ടി വന്നാലും